सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यसेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। പ്രശ്നോപനിഷത്തിൽ അഞ്ചാം പ്രശ്നത്തിൽ രണ്ട് മന്ത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ അപരബ്രഹ്മ വിഷയത്തെ, സൃഷ്ടിയെ സംബന്ധിച്ച്, പ്രാണമഹിമയെ സംബന്ധിച്ച്, വ്യത്യസ്ത കരണദേവതകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒക്കെ വിശദമായി ചിന്തിച്ച ശേഷം ഓംകാരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ അഞ്ചാം പ്രശ്നത്തിൽ. അതിൽ തന്നെ പരമാത്മതത്വം നേർക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ശിഷ്യൻ ചോദിച്ചത്, സത്യകാമൻ ചോദിച്ചത്, ഒരാൾ മരണം വരെ ഓംകാരത്തെ അഭിധ്യാനിക്കുന്നുവെങ്കിൽ ഏത് ലോകത്തെ അയാൾ ജയിക്കും എന്നായി. സർവലോകങ്ങൾക്കും ഉപരിയുള്ള പരമമായ ദുഃഖനിവൃത്തി എന്ന നിശ്രേയസ ഫലത്തെ അല്ല ചോദിച്ചത്, മോക്ഷത്തെ അല്ല ചോദിച്ചത്, പരമാത്മ വിജ്ഞാനത്തെ അല്ല ചോദിച്ചത്. കത്തമം ഭാവസ ലോകം ജയതി, അയാൾ ഏത് ലോകത്തെ ജയിക്കുമെന്ന്. ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയുന്ന ഗുരുനാഥൻ ഓംകാരം പരമാത്മതത്വമാണ്, മോക്ഷമാണിത് ഫലം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. സൂചിപ്പിക്കുന്ന ഒടുവിൽ, പക്ഷെ ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം എന്നതുകൊണ്ട് പറയുന്നു, ഹേ സത്യകാമ, ഈ ഓംകാരം പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. അതുകൊണ്ട് ഇതേ ആശ്രയം കൊണ്ട് തന്നെ, ഓംകാരമാകുന്ന ആശ്രയം കൊണ്ട് തന്നെ രണ്ടിലൊന്നിനെ പ്രാപിക്കുന്നു. അപരബ്രഹ്മത്തെയോ പരബ്രഹ്മത്തെയോ. ഏത് ഭാവനയിലാണോ ഒരാൾ ഉപാസിക്കുന്നത്, അനുസന്ധാനം ചെയ്യുന്നത്, അതിനനുസൃതമായി. ഈ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് ശിഷ്യൻ ചോദിച്ചത് ഓർമ്മ വേണം. സയോഹ വൈ ഭഗവൻ തത് മനുഷ്യേഷു പ്രായണാന്തമോങ്കാരമഭിധ്യായീത കതമം വാവ സ തേന ലോകം ജയതി എന്നായിരുന്നു ചോദ്യം. അല്ലേ ഭഗവാനെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ യാതൊരാളാണോ മരണകാലം വരെ ഓംകാരത്തെ ധ്യാനിക്കുന്നത്, അയാൾ ഏത് ലോകത്തെ ജയിക്കുന്നു എന്നാണ്. അതിനനുസരിച്ച് മറുപടി പറഞ്ഞു തുടങ്ങുന്നു. നോക്കൂ, മൂന്നാമത്തെ മന്ത്രം. സയദ്യേകമാത്രമഭിധ്യായീത സ തേനൈവ സംവേദിത പൂർണ്ണമേവ ജഗത്യാമഭിസമ്പദ്യതേ സമൃജോ മനുഷ്യലോകമുപനയന്തേ സ തത്ര തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നോ മഹിമാനമനുഭവതി. സയദ്യേകമാത്രമഭിധ്യായീത സ തേനൈവ സംവേദിത
തൂർണമേവ ജഗത്യാം അഭിസമ്പദ്യത്തെ തം ഋചോ മനുഷ്യലോകമുപനയന്തെ തത്ര തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നോ മഹിമാനമനുഭവതി. പറയാണ് സഹ അയാൾ മരണകാലം വരെ ഓംകാരത്തെ ഉപാസിച്ച ആൾ. യദി ഏകമാത്രം അഭിധ്യായിത, ഏകമാത്രമായ ഓംകാരത്തെയാണോ ധ്യാനിച്ചത്? ഏകമാത്രമായ ഓംകാരത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ആ എന്ന് ഉച്ചരിക്കുക എന്നല്ല അർത്ഥം. ഓംകാരത്തിലെ ഒന്നാമത്തെ മാത്ര ആ, രണ്ടാമത്തത് ഉ, അപ്പൊ ആയും ഊയും ചേർന്നാൽ ഓ, മൂന്നാമത്തത് മ. അപ്പൊ അവിടെ ഏകമാത്രം അഭിധ്യായിത എന്ന് പറഞ്ഞാൽ ആ എന്ന് ഉച്ചരിക്കുന്നു എന്നല്ല അർത്ഥം. മറിച്ച് അകാരാർത്ഥത്തെ മാത്രം കണ്ടുകൊണ്ട്, എന്താണോ അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നത് അതിനെ മാത്രം കണ്ടുകൊണ്ട്. അപ്പൊ എന്താ അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നത്? ഒട്ടനവധി സന്ദർഭങ്ങളിൽ ഓംകാര വ്യാഖ്യാനം ശാസ്ത്രത്തിൽ പ്രകൃതമായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓംകാരാർത്ഥത്തെ വിശദീകരിക്കാൻ മാത്രം നമുക്കൊരു ഉപനിഷത്തുണ്ട്, മാണ്ഡൂക്യ ഉപനിഷത്ത്. അതിന്റെ വിഷയം ഓംകാര വിശദീകരണം മാത്രമാണ്. ജാഗ്രത അനുഭവിയായി, സ്ഥൂല ശരീര അഭിമാനിയായി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നമ്മളൊക്കെ ജാഗ്രത അവസ്ഥയിലാണ്, സ്ഥൂല അഭിമാനമാണ്. ഈ അവസ്ഥയിൽ നമുക്ക് വിശ്വൻ എന്നാണ് പേര്. ഇതേ നമ്മൾ തന്നെ സ്വപ്നദശയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നുള്ളത് മാറുന്നില്ലെങ്കിലും എൻ്റെ അനുഭവങ്ങളും അഭിമാനവും മാറുന്നുണ്ട്. അവിടെ ഞാൻ തന്നെ തൈജസ്വഭാവത്തെ പ്രാപിച്ചു. ഇതേ ഞാൻ സുഷുപ്തി ദശയിൽ പ്രാജ്ഞനാണ്, ഞാൻ മാറുന്നില്ല, പക്ഷെ എൻ്റെ അനുഭവ മേഖലകൾ മാറുന്നു. ജാഗ്രതയിൽ ഞാൻ സ്ഥൂല വിഷയങ്ങളെ, ഭൗതിക വിഷയങ്ങളെ അനുഭവിച്ചു. സ്വപ്നത്തിൽ ഭൗതിക വിഷയങ്ങൾ തന്നെയാണെങ്കിലും അവ സൂക്ഷ്മങ്ങളാണ്. സുഷുപ്തിയിലാകട്ടെ ഞാൻ സുഖമാണ് അനുഭവിച്ചത്. അവിടെ സ്ഥൂലങ്ങളും ഭൗതികങ്ങളുമായ ഒരു വിഷയങ്ങളുമില്ല. അവിടെ വിഷയി എന്ന വ്യത്യാസമില്ല. സുഷുപ്തിയിൽ ഞാനുണ്ട്, ഞാൻ സുഖം അറിഞ്ഞു. ഇതാണ് അനുഭവം. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളുടെ അപേക്ഷയിൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ മൂന്ന് ഭാവങ്ങൾ, അകാരം കൊണ്ട് വിശ്വൻ, ഉകാരം കൊണ്ട് തൈജസൻ, മകാരം കൊണ്ട് പ്രാജ്ഞൻ. അകാരം കൊണ്ട് സ്ഥൂല ശരീരം, ഉകാരം കൊണ്ട് സൂക്ഷ്മ ശരീരം, മകാരം കൊണ്ട് കാരണ ശരീരം. അകാരം കൊണ്ട് ജാഗ്രത അവസ്ഥ, ഉകാരം കൊണ്ട് സ്വപ്നാവസ്ഥ, മകാരം കൊണ്ട് സുഷുപ്തി അവസ്ഥ. ഇങ്ങനെ ഈ പ്രാഥമിക തലത്തിൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. ജാഗ്രത ഈ ലോകസംബന്ധിയാണ്. ഇതിന്റെ സൂക്ഷ്മഭാവമാണ് സ്വപ്നത്തിൽ. ലോകാതീതമാണ്, ദൃശ്യഭേദരഹിതമാണ് സുഷുപ്തി. ഈ വ്യത്യാസം മനസ്സിലാക്കും. ഇനി വിശദമായ ഓംകാരാർത്ഥം നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും കടക്കുന്നില്ല. ലോകങ്ങളെയും ദേവന്മാരെയും ഗുണങ്ങളെയും വേദങ്ങളെയും ഒക്കെ നമ്മൾ ഓംകാരാർത്ഥമായിട്ട് ആ, ഉ, മ എന്നിവയ്ക്ക് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്
അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാണ് ഓംകാരത്തെ ഉപാസിക്കുന്നത്? ഏകമാത്രമഭിധ്യായിത, ഏകമാത്രമായ ഓംകാരത്തെ പ്രണവത്തെ സഹ അഭിധ്യായിത യതി അഭിധ്യായിത, അഭിധ്യാനിക്കുന്നുവെങ്കിൽ, ഏകമാത്രമായതിനെ അഭിധ്യാനിക്കുന്നുവെങ്കിൽ, തേനൈവ സംവേദിത, തേന ഓംകാരേണ ഏവ സംവേദിത, ആ ഓംകാരത്താൽ തന്നെ സംവേദിതനായി സംബോധിതനായി, തൂർണമേവ വേഗത്തിൽ തന്നെ ജഗത്യാം അഭിസമ്പദ്യതേ, ഭൂമിയിൽ വീണ്ടും വന്നു ചേരുന്നു. ഇവിടെ ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം. ശരിക്കും ഓംകാരം ഇതിനുള്ളതല്ല, വീണ്ടും ഭൂമിയിൽ ജനിക്കാനുള്ളതല്ല ഓംകാരം. വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി വന്ന് ജനിക്കാൻ വേണ്ടിയിട്ടല്ല ഓംകാരോപാസന ചെയ്യുന്നത്. പക്ഷേ ചോദിച്ചത് എന്താ? ചോദിച്ചത് ഏത് ലോകത്തെ ജയിക്കുന്നു എന്നാണ്. ലോകാതീതമായ മോക്ഷത്തെക്കുറിച്ചല്ല ചോദിച്ചത്. ചോദ്യത്തിനാണ് ഉത്തരം. എടേ, ലോകത്തെ നിന്നല്ല, പരമമായ മോക്ഷത്തിന് കാരണമാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. ശ്രദ്ധിക്കും. ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം. ചോദ്യം ഏത് ലോകത്തെ ജയിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടെ മറുപടി അതിനനുസരിച്ച് പറഞ്ഞു. കേവലം അകാരാർത്ഥം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ആര് ഉപാസന ചെയ്യുന്നുവോ അയാൾ ഈ ഭൂമിയിൽ മനുഷ്യ ലോകത്തിൽ തന്നെ വീണ്ടും ജനിക്കുന്നു. ആ മനുഷ്യജന്മത്തിൽ പൂർവജന്മത്തിൽ ചെയ്ത ഓംകാര ഉപാസനയുടെ പുണ്യമുണ്ട്. നിരന്തരം ഉപാസന ചെയ്തതിൻ്റെ പുണ്യവുമായിട്ടാണ് ആ ജീവൻ വന്നത്. അതുകൊണ്ട് തം അവനെ ഋചഃ മനുഷ്യലോകമുപനയന്റെ, ഋക്കുകൾ മനുഷ്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. അകാരത്തിന്റെ അർത്ഥമായിട്ട് നമ്മൾ ഋക്കിനെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അകാര ഋക്ക്, ഉകാരം രജുസ്, മകാരം സാമം എന്ന ഋക്കുകൾ, അകാരാർത്ഥമായ ഋക്കുകൾ മനുഷ്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. സഹ അവൻ തത്ര അവിടെ ആ ജന്മത്തിൽ, ആ മനുഷ്യജന്മത്തിൽ തപസ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നഃ, തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയുമുള്ളവനായിത്തീരുന്നു. ഒരു തപസ്സോടുകൂടി ജനിക്കുന്നു. ഒരു പ്രത്യേക പ്രായം വരുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ ഈ ഉപാസനയുടെ, ഓംകാരോപാസനയുടെ പുണ്യത്തിൻ്റെ പിന്തുടർച്ച ലഭിക്കുന്നു. തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയുമുള്ളവനായി അവൻ തീരുന്നു. ജന്മനാ തന്നെ അങ്ങനെ ജനിക്കുന്നു എന്ന് പറയാം. അഥവാ ഒരു പ്രത്യേക ഘട്ടം ജീവിതത്തിൽ വരുമ്പോൾ തപസ്സും ശ്രദ്ധയും ബ്രഹ്മചര്യവും എല്ലാം അവന് പ്രകടമാകുന്നു. ഒരു സാധനാ ജീവിതത്തിന്റെ പിന്തുടർച്ച അവന് ലഭിക്കുന്നു. പിന്തുടർച്ച, ആരംഭം എന്ന് പറയരുത്. ലോകദൃഷ്ടിയിൽ ആരംഭമായിരിക്കാം. ആരും ഒഴിഞ്ഞ കടലാസുമായിട്ട് വരുന്നില്ല. ലോകത്തിൽ ആരും തന്നെ ഒരു ഒഴിഞ്ഞ കടലാസുമായി ജനിച്ചവരല്ല. എല്ലാവരും ജന്മാന്തരകൃതമായ സംസ്കാര വിശേഷങ്ങളുമായിട്ട് വന്നവരാണ്. അതിനനുസരിച്ചാണ് നമ്മളിവിടെ വ്യവഹരിക്കുന്നത്. തപസ്സോടും ബ്രഹ്മചര്യത്തോടും ശ്രദ്ധയോടും സമ്പന്നനായിത്തീരുന്നു. എന്നിട്ടോ മഹിമാനമനുഭവതി, ആ മനുഷ്യജന്മത്തിൽ അവൻ മഹിമയെ അനുഭവിക്കുന്നു. മഹത്വപൂർണമാകുന്നു അവന്റെ ജീവിതം. മഹിമായുക്തമായി അവൻ ജീവിക്കും. നോക്കൂ ഭാഷ്യം. യദ്യപി ഓംകാരസ്യ സകലമാത്രാവിഭാഗജ്ഞഃ ന ഭവതി തഥാപി ഓംകാര അഭിധ്യാന പ്രഭാവാത് വിശിഷ്ടാം ഏവ ഗതിം ഗച്ഛതി. ഏതദേകദേശ ജ്ഞാന വൈഗുണ്യതയാ ഓംകാര ശരണഃ കർമ്മജ്ഞാനോഭയ ഭ്രഷ്ടഃ ന ദുർഗതിം ഗച്ഛതി. പറയാണ്, അവൻ ഓംകാരത്തിന്റെ സകല മാത്രാവിഭാഗജ്ഞൻ അല്ലെങ്കിൽ പോലും, ഭാഷ്യകാരൻ വളരെ വിശദമായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഓംകാരത്തിന്റെ സകല മാത്രാവിഭാഗജ്ഞൻ അല്ലെങ്കിൽ പോലും
എന്താ സകലമാത്രാവിഭാഗജ്ഞൻ? അകാര ഉകാര മകാരങ്ങളുടെ അർത്ഥങ്ങളെ ശരിയായി മനസ്സിലാക്കി കഴിയുന്നവനാരോ അവൻ. അങ്ങനെയുള്ളവനൊന്നും അല്ല, അവനെല്ലാ അർത്ഥമൊന്നും അറിയില്ല ഓങ്കാരത്തിൻ്റെ. ന ഭവതി തഥാപി എങ്കിലും ഓങ്കാര അഭിധ്യാന പ്രഭാവാത്, അയാൾ ഓങ്കാരത്തെയാണല്ലോ ധ്യാനിച്ചത്, ആ പ്രഭാവം കൊണ്ട് അതിനതിൻ്റെ പ്രഭാവമുണ്ട്. പൂർണ്ണമായി അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും ഓങ്കാരാഭിധ്യാനം ചെയ്തതിൻ്റെ മഹത്വമുണ്ട് ജീവിതത്തിൽ, അതില്ലാതിരിക്കില്ല. അപ്പൊ പൂർണ്ണമായി അർത്ഥം മനസ്സിലാക്കിയിട്ടാണെങ്കിലോ അപ്പോ ഓങ്കാര അഭിധ്യാന പ്രഭാവാത് വിശിഷ്ടമേവ ഗതിയും ഗച്ഛതി, വിശിഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു, വിശിഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു. ഒരിക്കലും ഏതദേകദേശ ജ്ഞാന വൈഗുണ്യതയാ ഓങ്കാരശരണ ദുർഗതിം കർമ്മജ്ഞാനോഭയഭ്രഷ്ട ദുർഗതിം ന ഗച്ഛതി. ഒരിക്കലും അവന് ദുർഗതി ഉണ്ടാവില്ല. അവൻ ഓങ്കാരത്തെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ എങ്കിൽ തന്നെയും ഏകദേശ ജ്ഞാനം അവനില്ല എന്നുള്ളത് കൊണ്ട് കർമ്മജ്ഞാനങ്ങളിൽ നിന്ന് അവൻ ഭ്രഷ്ടനായി ദുർഗതിയെ പ്രാപിക്കില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും പലപ്പോഴും ഏതെങ്കിലും മന്ത്രത്തെ സംബന്ധിച്ചൊക്കെ പറയും, അത് പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടം ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കും. അവരുള്ളതും കൂടി പ്രവേശിക്കുന്നതില്ലാണ്ടാക്കും. അല്പമെങ്കിലും ഒരാൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമെന്ന് വിചാരിച്ചവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അതിനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചെയ്ത് അങ്ങനെ കുഴപ്പമുണ്ടാവും, അങ്ങനെ ചെയ്ത് അങ്ങനെ കുഴപ്പമുണ്ടാവും. എന്നാൽ വേറെ വൃത്തിയിൽ ജീവിക്കുന്നതിനൊരു കുഴപ്പമോട്ട് പറയുകയില്ല. കള്ളും കുടിച്ച് 4 കാലം നടക്കണേന് യാതൊരു ദോഷവും പറയും, അതിനൊന്നും യാതൊരു കുഴപ്പം. നുണ പറയുന്നതിന് യാതൊരു ദോഷവുമില്ല, തോന്നിയാസം പറയുന്നതിന് യാതൊരു ദോഷവുമില്ല. പക്ഷെ മന്ത്രം ജപിക്കണേ അയ്യോ അത് പാടില്ല, അത് മുഴുവൻ മനസ്സിലാക്കാണ്ട് പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പാടില്ല, ഇന്നാൾക്കാർക്ക് പാടില്ല. നമ്മളൊരു രോഗമാണ്. ഈ രോഗം ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തിൻ്റെ പേര് കേരളം. വേറെ അങ്ങനെയില്ല. ചിന്തിച്ചു കേൾക്കുള്ളൂ അല്ലേ? നല്ലതിനൊക്കെ മുടക്കോ തടസ്സം. ഒരു ഈ സാന്ദർഭികമായി പറയുന്നു, ഇവിടെ നമ്മുടെ മാവൂരടുത്ത് വാഴക്കാടടുത്ത് ഒരു ഇല്ലത്ത് ഒരു പ്രശ്നവിചാരം നടന്നു. അവർ ആശ്രമത്തിൽ പറഞ്ഞിരുന്നു ഈ കൂടി. അങ്ങനെ പ്രശ്നവിചാരം നടന്നിട്ട് വളരെയേറെ ഒരുപാട് ക്ലേശങ്ങളുള്ളൊരു ഇല്ലമാണ്, വളരെ ക്ലേശങ്ങളുള്ള, തലമുറകളായിട്ട് ക്ലേശങ്ങളാണ്. അപ്പൊ ജ്യോത്സ്യർ അവസാനം കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ ഈ ക്ലേശങ്ങളുടെ അടിസ്ഥാന കാരണം ഇവിടുത്തെ സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്, അതാണ് മഹാപാപം. ഇതൊന്നും പൂർവികന്മാർ ചെയ്തതല്ലല്ലോ. പൂർവികന്മാര് സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിച്ചിരുന്നോ? ഇല്ലല്ലോ. അപ്പോ ഇങ്ങനെ പൂർവികന്മാർ ചെയ്തതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം. മേലാരും ജപിക്കാൻ പാടില്ല എന്ന് ചാർത്തെഴുതുകയും ഇത്രയും കാലം ഇത് ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഇല്ലക്കാർ ആശ്രമത്തിന് വന്നിരുന്നു. നമ്മൾ നല്ലോണം പറഞ്ഞാൽ വിട്ടു, ആ ജ്യോത്സ്യനെയും കൂട്ടി വരാൻ പറഞ്ഞു. അല്ലാതെ എന്താ? കാരണം ലളിതാ സഹസ്രനാമം കണ്ടുപിടിച്ചത് പോലും സ്ത്രീകളാണ്. ലളിതാ സഹസ്രനാമം ഹയഗ്രീവ് അഗസ്ത്യ സംവാദ രൂപത്തിലാണ് വരുന്നതെങ്കിലും ലളിതാ സഹസ്രനാമത്തിന്റെ ഋഷികൾ ഹയഗ്രീവനും അല്ല അഗസ്ത്യനും അല്ല. വശിന്യാദി വാഗ്ദേവതാ ഋഷയ, വശിനി തുടങ്ങിയ വാഗ്ദേവതകളാണ് ഋഷികൾ, സ്ത്രീകളാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് സ്ത്രീകൾക്ക് ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കൂ. ഇത് ഈ പാടില്ല, മുഴുവൻ മനസ്സിലാക്കാണ്ട് ചെയ്യരുത്, മുഴുവൻ പഠിച്ചിട്ടേ പറയാൻ പാടില്ല. മുഴുവൻ പഠിച്ചിട്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്വാഗതമൊക്കെ പറയുമ്പോൾ വേദാന്തങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറയുമ്പോൾ നമ്മൾ പറയാത്ത ഒന്നുമില്ല കേട്ടുവോ? വെറുതെ വിട്ടിട്ടൊന്നും പറയണ്ട. വേദത്തിന്റെ ഒരു ഓരം കണ്ടിട്ടേ ഉള്ളൂ, ഭാരം കണ്ടിട്ടില്ല. പക്ഷെ പലരും സമ്മതിക്കില്ല, അത് എളിഞ്ഞിരിക്കും. എന്നാൽ നമ്മളൊരു ടി വി അല്ല ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടായി ഒരാളെ, പേരൊന്നും പറയില്ല, അത് ബ്രഹ്മചാരിയാണ്.
അപ്പോൾ മറ്റേ വേദം മുഴുവൻ പഠിച്ച ശേഷം അങ്ങ് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നതിൽ വളരെ ധന്യരാണ് സമൂഹം എന്ന് പറയുമ്പോൾ ഒന്ന് ഞെളിച്ചിരിക്കുന്നത്. ആ മുഖത്തെ ഒരു സന്തോഷം മറച്ചു വെക്കാൻ കഴിയാത്ത വിധം പ്രകടമാകുന്നുണ്ട്. നമുക്കറിയാം വേദം മുഴുവൻ പഠിച്ച ആളല്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എന്താ ഇപ്പം ഇതിനൊക്കെ പറയുക? അപ്പൊ മുഴുവൻ സകല വിഭാഗജ്ഞനായിട്ടൊന്നും ആവാൻ വിചാരിച്ച സാധ്യത അല്പമാണെങ്കിൽ അല്പം, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അല്പമാണെങ്കിൽ അല്പം പോലും മഹാഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഈശ്വരനാമത്തിന്റെ, മന്ത്രോപാസനയുടെ, സൽക്കർമ്മങ്ങളുടെ, സദ്വിചാരങ്ങളുടെ അല്പമാണെങ്കിൽ അല്പം പോലും നമ്മളെ രക്ഷിക്കും. ഒരിക്കലും ശിക്ഷിക്കില്ല. തുറച്ചു മനസ്സിലാക്കും. ശ്രദ്ധിക്കും. ഇത് മനുഷ്യന്മാർക്ക് സൽക്കർമ്മത്തിലേക്ക് പോകാൻ പേടിയാക്കുക. അതിന് കുറെ മൂഢന്മാർ ഭയപ്പെട്ടിരിക്കാൻ എന്താ ചെയ്യും? നല്ലോണം വിചാരം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പറയാൻ ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നു, ഏകദേശ ജ്ഞാനമേ ഉള്ളൂ എന്ന വൈഗുണ്യമുള്ളത് കൊണ്ട്, വിഗുണതയുള്ളത് കൊണ്ട് ഒരിക്കലും ഓങ്കാര ശരണനായ ഒരാള് ഉഭയഭ്രഷ്ടനാവില്ല. അയാൾക്ക് അല്പമേ ഉള്ളൂ, ചില കുഴപ്പമില്ലാന്ന് അയാൾ അത്ര മനസ്സിലാക്കിയല്ലോ. അയാൾ അതിൽ ശരണത പ്രാപിച്ചില്ലേ, അതൊക്കെ തോന്നിയില്ലേ? ആ പുണ്യം കൊണ്ട് അയാൾ ഒരിക്കലും ഭ്രഷ്ടനാവില്ല. ധർമ്മജ്ഞാനോ ഭയം ഭ്രഷ്ട ന ദുർഗതിയും ഗച്ഛതി, അയാൾക്ക് ദുർഗതി ഉണ്ടാവില്ല. പിന്നെയോ കിം തർഹി, പിന്നെയോ യദ്യപ്യേവം ഓങ്കാരമേവ ഏകമാത്ര അവിഭാഗജ്ഞ ഏവ കേവലഃ അഭിധ്യായീത. അയാൾ ഏകമാത്രത്തെ അറിയുന്നുള്ളൂ. മൂന്ന് മാത്രമുണ്ട്, മൂന്നും അറിയുന്നു, രണ്ടും അറിയില്ല, ഒന്നേ അറിയുള്ളൂ, മൂന്നിലൊന്ന് വീറേയുള്ളൂ, മതി, അത്ര ഉണ്ടല്ലോ. അതുകൊണ്ട് അയാൾ ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് അയാൾ ഓങ്കാര ധ്യാനത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ, സദാധ്യായീത, എപ്പോഴും അതിനനുസൃതമായി ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, തേന ഏവ ഏകമാത്ര വിശിഷ്ട ഓങ്കാര അഭിധ്യാനേന ഏവ, ഏകമാത്ര വിശിഷ്ടമായ ഓങ്കാര ധ്യാനം കൊണ്ട് തന്നെ സംവേദിത സംബോധിതനായിട്ട് ക്ഷിപ്രമേവ ജഗത്യാം പൃഥിവ്യാം അഭിസമ്പദ്യതേ, ഭൂമിയിൽ പ്രാപിക്കും, വീണ്ടും മനുഷ്യനായി ജനിക്കും. താന് പോവില്ല, ഉറപ്പാണ്. ഇതിനേക്കാൾ താഴില്ല. അതും സാധാരണ മനുഷ്യനായിട്ടല്ല ജനിക്കുക, പിന്നെ മനുഷ്യരിൽ തന്നെ ഉത്കൃഷ്ടനായിട്ട് ജനിക്കും. നല്ല ജ്ഞാനബലത്തോടു കൂടി ബ്രഹ്മചര്യവും തപസ്സും ശ്രദ്ധയും ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് അയാൾ ജനിക്കും. അതാണ് മനുഷ്യലോകം. അനേകാനി ഹി ജന്മാനി ജഗത്യാം സംഭവന്തി. ഭൂമിയിൽ ഒരുപാട് ജന്മങ്ങളുണ്ടല്ലോ, മനുഷ്യകാരൻ പറയുക. ഭൂമിയിൽ ഒരുപാട് ജന്മങ്ങളുണ്ട്. മനുഷ്യജന്മം മാത്രമൊന്നുമല്ല, ലക്ഷക്കണക്കിന് ജന്മങ്ങളുണ്ട്. അതിൽ തന്നെ മനുഷ്യജന്മത്തിൽ തന്നെ ഇപ്പം എത്ര ഉണ്ട്? ഈ മനുഷ്യജന്മത്തിൽ തന്നെ എല്ലാവരും മനുഷ്യരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് തോന്നും, ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടുകിട്ടുമോ, ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ല? ഉണ്ടാവും. ചില ആൾക്കാരോടൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, നല്ലൊരു മനുഷ്യനെ കണ്ടുകിട്ടും. അതെ, അതെന്താണെന്നറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ചില സദസ്സിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ, ഓ നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ചുരുക്കേ ഉണ്ടാവുള്ളൂ നല്ല മനുഷ്യന്മാർ. നമ്മളെ കഴിവുകളോട് കൂടി ആവാം, എല്ലാവരിലും നല്ല ഭാവം കാണാൻ കഴിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ അനുഭവമുണ്ട്, തമാശയല്ല, അനുഭവമുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവും, ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യന്മാർക്കും അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ അവനവൻ്റെ വേവലത്തുമായിട്ട് യോജിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വരുമ്പോഴായിരിക്കാം ഏതായാലും അങ്ങനെ അനുഭവം ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യർ തന്നെ എല്ലാവരും മനുഷ്യരൊന്നും അല്ലല്ലോ. അതാണ്. അപ്പോൾ മനുഷ്യലോകം ജന്മാനി ജഗത്യാം അനേകാനി ഹി സംഭവന്തി, അനേകം ജന്മങ്ങളുണ്ട്, ഒന്നും രണ്ട് ജന്മങ്ങളല്ല. തത്രതം സാധകം ജഗത്യാ മനുഷ്യലേഖമേവ ഋചഃ ഉപനയന്തേ ഉപനിഗമയന്തി. അതുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഓങ്കാരത്തെ നല്ലപോലെ അഭിധ്യാനിച്ച സാധകനെ ഋക്കുകൾ എന്ന് പറയാൻ കാരണം അകാരാർത്ഥമായതുകൊണ്ടാണ്. ഋക്കുകൾ മനുഷ്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. ഇതൊരു ഋക്കുകൾ എങ്ങനെയാണ് പ്രാപിപ്പിക്കുക എന്ന് വെച്ചാൽ അതൊരു കൽപ്പനയാണ്. അത് മുണ്ടകത്തിൽ പറയാൻ പോകുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരാൾ ചെയ്ത
ആഹുതികൾ വരൂ 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 എന്ന് സന്തോഷപൂർവ്വം വിളിച്ചുകൊണ്ട് അവനെ സ്വർഗലോകത്തിലേക്ക് നയിക്കുന്നു. ഒരാൾ അഗ്നിയിൽ അർപ്പിച്ച ആഹുതികൾ മുഴുവൻ പുണ്യരൂപത്തിലായി തീർന്നിട്ട് അവനോട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഈ അതായത് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ആൾ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആളൊന്നും മിണ്ടാണ്ടിരിക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ആൾ നല്ല നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ബ്രഹ്മലോകത്തിലേക്ക് ഒരു പ്രസ്താവം ഉപനിഷത്തിലുണ്ട്. ആര്? അയാളാൽ ചെയ്യപ്പെട്ട സൽക്കർമ്മങ്ങൾ. ഒരു വ്യക്തിയാൽ ചെയ്യപ്പെട്ട സൽക്കർമ്മങ്ങൾ അയാളെ പുണ്യലോകങ്ങളിലേക്ക് സന്തോഷപൂർവ്വം കൂട്ടിക്കൊണ്ടുപോകുന്നു. അതൊരു ചമത്കാരപൂർവ്വമുള്ള വർണ്ണനയാണ്. ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും കൃതാർത്ഥത ഉണ്ടാവും അയാൾക്ക്. ആ കൃതാർത്ഥതയോടുകൂടി തന്നെ അയാൾക്ക് പോവാം. അത് ചിന്തിക്കുക. മറ്റത് എന്ത് പുറത്ത് അഭിനയിച്ചാലും ചില സമയമൊക്കെ വരുമ്പോൾ ചിലതൊക്കെ ഓർമ്മ വരില്ലേ? ഇല്ലേ? ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ് മരണം എന്ന ഘട്ടം. ആ ഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് പുറത്തെന്ത് തന്നെ പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് കുത്തലുകൾ വരും. അന്ന് അത് ചെയ്തല്ലോ, ഒന്നും ചെയ്തില്ല, അവരോട് അങ്ങനെ പാപം ചെയ്തു പോയല്ലോ, അവരോട് ഇങ്ങനെ കുറ്റം പറഞ്ഞു പോയല്ലോ എന്നൊക്കെ അപ്പോൾ ഓർമ്മ വരും. സംശയമൊന്നുമില്ല. അങ്ങനെ ചർച്ചയിലൊക്കെ ദീർഘകാലം കിടക്കേണ്ടി വരും. നേരെ മറിച്ച് എല്ലാ നിലയ്ക്കും പുണ്യകർമ്മങ്ങളെ ചെയ്ത ആൾക്ക് അതിൻ്റെ സ്മൃതി ഉണ്ടാവും. ആ സ്മൃതിയോടുകൂടി നല്ല ഗതിക്ക് പോകാം. അതാണ് അവനാൽ അർപ്പിക്കപ്പെട്ട ആഹുതികൾ അവനെ നയിക്കുന്നു. അതുപോലെ ഓങ്കാരത്തിൻ്റെ അകാരാർത്ഥം ഋക്കാണ്. ആ ഋക്കുകളെയാണ് മനസ്സിലാക്കിയത്, ഉപാസിച്ചത്. ആ ഋക്കുകൾ അവനെ നയിക്കുന്നു മനുഷ്യലോകത്തിലേക്ക്. എന്നിട്ടോ തത്ര മനുഷ്യജന്മനി, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാലോ ദ്വിജാഖ്യ അല്ലേ? തേനസ തത്ര മനുഷ്യജന്മനി ദ്വിജാഖ്യ എന്നല്ലേ? ദ്വിജാഖ്യ സൻ, അവിടെ അവൻ ദ്വിജനായി ഭവിക്കും, ദ്വിജനായി ജനിക്കും. ദ്വിജൻ എന്ന പേരുള്ളവനായി ജനിക്കും. ദ്വിജൻ രണ്ടാമത് ജനിച്ചവൻ. അമ്മയിൽ നിന്ന് എല്ലാവരും ജനിച്ചു, ഒന്നാമത്തെ ജന്മമാണ്. അനന്തരം തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും ഉപാസന കൊണ്ടുമൊക്കെ നവീനമായ ജന്മം കിട്ടിയാൽ അയാളെയാണ് നമ്മൾ ദ്വിജൻ എന്ന് പറയുക. അല്ലാതെ പൂണൂരിട്ടുണ്ടെന്നും ദ്വിജനാവാൻ പോകുന്നില്ല. ദ്വിജൻ ദ്വിജൻ തന്നെയാണ്. പൂണൂരിട്ടാലും ഇല്ലെങ്കിലും ദ്വിജനാണ്. പൂണൂരിട്ടു എന്നുള്ളതുകൊണ്ട് ദ്വിജൻ അല്ലാണ്ടാവുകയില്ല, പക്ഷെ ആവുകയില്ല. എൻ്റെ അച്ഛൻ ദ്വിജനാണ്, അതുകൊണ്ട് ഞാനും ദ്വിജനാന്ന് പറഞ്ഞാൽ നടക്കില്ല. ദ്വിജൻ രണ്ടാമത് ജനിച്ചവനാവണം. രണ്ടാമത്തെ ജന്മം ഉപനയന സംസ്കാരത്തോടു കൂടി ഗായത്രിയെ സ്വീകരിച്ച് വളരെ സൂക്ഷ്മമായി ഉപാസന ചെയ്ത് ആ ഉപാസന കൊണ്ട് തപസ് കൊണ്ട് ജ്ഞാനം കൊണ്ട് നവീനമായ ജന്മം ലഭിക്കുമ്പോഴാണ് ഒരാൾ ദ്വിജനായി ഭവിക്കുന്നത്. അല്ലാത്ത പക്ഷികളും പാമ്പുകളൊക്കെ ദ്വിജന്മാരാണ് അല്ലേ? അണലി അല്ലാന്ന് തോന്നുന്നു. അണലി ഒഴിച്ചുള്ള എല്ലാ പാമ്പുകളും ദ്വിജന്മാരാണ്. ശരിയാണല്ലോ പറഞ്ഞത് ഇല്ലേ? എങ്ങനെയാ? അമ്മയിൽ നിന്ന് മുട്ട ജനിച്ചു, ഒരു ജന്മായി. മുട്ട പൊട്ടി പുറത്തു വന്നു, രണ്ടാം ജന്മായി. അത് ശ്രദ്ധിക്കുക. പക്ഷികളൊക്കെ ദ്വിജന്മാരാണ്. പക്ഷികൾ ഞങ്ങൾ ദ്വിജന്മാരാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ദ്വിജൻ ഉപാസന കൊണ്ട് ജ്ഞാനം കൊണ്ട് നവീനമായ ജന്മം നേടിയവനാകുന്നു ദ്വിജൻ. അത് കുറച്ച് മനസ്സിലാക്കണം. ശരി, അവിടെ ദ്വിജനായി ജനിച്ചിട്ട് തപസ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്ന, തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയും കൊണ്ട് സമ്പന്നനായി തീരുന്നു അവൻ. തപസ് ഇന്ദ്രിയ മനോ നിയന്ത്രണമുള്ളവനായി തീരുന്നു അവൻ. ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിക്കണമെങ്കിൽ അതല്ലേ വേണ്ടത്? ഏത് മേഖലയിലും
വിജയിക്കണമെങ്കിൽ അതിന് വേണ്ട തപസ് വേണം, എന്നാലേ വിജയിക്കും. അതുപോലെ ബ്രഹ്മചര്യം, ഇന്ദ്രിയ സംയമം വേണം, എന്നാലേ നമുക്ക് വിദ്യാർത്ഥിയാവാൻ കഴിയും. ഏത് വിദ്യ നേടാൻ കഴിയണമെങ്കിൽ ഇന്ദ്രിയ സംയമം വേണം. ഇന്ദ്രിയ സംയമം ഇല്ലാതെ ഒരു വിദ്യ നേടാൻ കഴിയില്ല. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോ തീർത്തും വേണ്ടാതീനായി ചിലർക്കൊക്കെ തോന്നിയെന്ന് വരുന്നു. ഇപ്പൊ അങ്ങനെയാ പോണത്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഒരു അനുഭവം പറഞ്ഞു. ഒരു സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചറാണ്. ഒരു സ്റ്റാഫ് റൂമിലേക്ക് ഹൈസ്കൂൾ കുട്ടി, 9ാം ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് ടീച്ചറെ കാൽക്കുലേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇല്ലല്ലോ, എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഇല്ല. എന്താ? ഇപ്പൊ 2 സംഖ്യകൾ കൂട്ടാനാണ്. അപ്പൊ ടീച്ചർ വേഗം പേപ്പർ വാങ്ങി നോക്കിയപ്പോൾ 2 അക്ക സംഖ്യ, 36 42. 36 42 കൂട്ടാൻ വേണ്ടി കാൽക്കുലേറ്റർ വേണം. ഇവിടെ എത്തി നമ്മൾ. കഥയല്ല, എല്ലാം വിരൽത്തുമ്പിലുണ്ടെന്നാ പറയണത്. അല്ലെ, വിരൽത്തുമ്പുണ്ടായിട്ടെന്ത് കാര്യമാണ്? വിരലിന്റെ മുകളിൽ തലയില്ലേ, അവിടെ വല്ലതും വേണ്ടേ? ഇല്ലാത്തൊരു അധപ്പതനുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കണം. ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം തരുന്ന എല്ലാ മികവുകളെയും നമുക്ക് അനുഭവിക്കാൻ കഴിയണം. പക്ഷേ നമ്മൾ അതിന്റെ അടിമയാവരുത്. നമ്മൾ ഉടമകളായി തന്നെ ഇരിക്കണം. ഇത് പറയുമ്പോൾ തപസ്സുണ്ടെങ്കിൽ മാത്രമേ വിദ്യ ഉണ്ടാവൂ എന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കാനെന്ന് അച്ഛനമ്മമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ചിന്തിക്കുക ഓരോരുത്തരും. ഇത്ര പ്രസക്തമാണ് ഈ വിഷയം. ഏതായാലും തപസ്സോടും ബ്രഹ്മചര്യത്തോടും ശ്രദ്ധയോടുകൂടി ശ്രദ്ധ ഏറ്റവും വലിയ ഗുണവിശേഷം. സത്യത്വ ബുദ്ധി, ശാസ്ത്രത്തിലും ഗുരുവിലൊക്കെയുള്ള സത്യത്വ ബുദ്ധി, ഇതാണ് ശ്രദ്ധ എന്ന് പറയുക. ഈ ശ്രദ്ധയോടുകൂടി സമ്പന്നനായിട്ട് മഹിമാനം അനുഭവതി, മഹിമയെ പ്രാപിക്കുന്നു. മനുഷ്യ ജന്മത്തിന്റെ മഹിമയെ ആ ജന്മത്തിൽ അവൻ പ്രാപിക്കും, സംശയമില്ല. കൃതാർത്ഥനായിട്ട്, സന്തുഷ്ടനായിട്ട്. വീതശ്രദ്ധ യഥേഷ്ടചേഷ്ട ഭവതി, അവനൊരിക്കലും ശ്രദ്ധയില്ലാത്തവനോ തോന്നിയോണം ജീവിക്കുന്നവനോ ആവില്ല എന്നാണ്. അവന്റെ ജീവിതത്തിലൊരു സമ്പ്രദായം ഉണ്ടാവും. അവന്റെ ജീവിതം ഒരു യജ്ഞമായിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യത്തെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. യഥേഷ്ടചേഷ്ട ഭവതി, അവൻ യഥേഷ്ടചേഷ്ടനാവില്ല. ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും എന്താണ് ഇതിന്റെ ഇഫക്റ്റ്, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് ദോഷം ഉണ്ടാവുക എന്നവൻ ചിന്തിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. നമ്മൾ പലപ്പോഴും ഒന്നും ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും. ശരി, യോഗഭ്രഷ്ട കഥാചിതപിന ദുർഗതി ഗച്ഛതി, ഒരിക്കലും യോഗഭ്രഷ്ടൻ ദുർഗതിയെ പ്രാപിക്കില്ല. സംശയമില്ല, പറയും ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല. അതുകൊണ്ട് അവൻ വളരെ ഉത്കൃഷ്ടമായ ഒരു ജന്മത്തെ ഈ മനുഷ്യ ലോകത്തിൽ നേടും. ഇതാണ് അകാരാർത്ഥത്തെ മാത്രം കണ്ട് ഉപാസിക്കുന്നതിന്റെ ഫലം പറയുന്നു. ശരി, ഇനി ദ്വിമാത്രത്തെ കണ്ട് ഉപാസിക്കുന്നു. ദ്വിമാത്രം അകാരവും ഉകാരവും. അപ്പൊ അകാരവും ഉകാരവും ചേർന്ന എന്തായി? ഓ, അല്ലാതെ ഉകാരം മാത്രമല്ല. അപ്പോ അവൻ അകാരാർത്ഥത്തെയും മനസ്സിലാക്കി, ഉകാരാർത്ഥത്തെയും മനസ്സിലാക്കി. അതിനപ്പുറത്തേക്ക് മനസ്സിലായിട്ടില്ല, പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ഇനി 3 മാത്രമേ മനസ്സിലാക്കിയാലും ഓങ്കാരത്തെ മുഴുവൻ മനസ്സിലാക്കി എന്ന് പറയാൻ വയ്യ. എന്തേ കാരണം? അമാത്രമുണ്ട്. അമാത്ര ചതുർത്ഥ, അമാത്രമുണ്ട്, അതറിയണം. അതിരിക്കട്ടെ. അപ്പൊ ദ്വിമാത്രേണ ഉപാസിക്കുന്നവനോ പറയുന്നു, അഥ യതി ദ്വിമാത്രേണ മനസ്സി സമ്പദ്യതേ സ്വന്തരീക്ഷം യജുർഭിരുന്നീയതേ സോമലോകം സോമലോകേ വിഭൂതിമനുഭൂയ പുനരാവർത്തതേ.
അഥ യദി ദ്വിമാത്രേണ മനസി സമ്പദ്യതേ സോന്തദീക്ഷം യജുർഭിരുന്നീയതേ സോമലോകം സോമലോകേ വിഭൂതിമനുഭൂയ പുനരാവർത്തതേ. അഥാനന്തരം ദ്വിമാത്രേണ മനസ്സി സമ്പദ്യതേ, ദ്വിമാത്രാഭിജ്ഞനായി മനസ്സിൽ ചേരുന്നുവെങ്കിൽ, അർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. സഹ അന്തരീക്ഷം യജുർഭിരുന്നീയതേ, അവൻ യജുസ്സുകളാൽ അന്തരീക്ഷത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു, സോമലോകത്തിലേക്ക്, സോമലോകത്താൽ ഉദ്ദേശിക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക്. അവിടെ സ്വർഗത്തിൽ വിഭൂതിയെ അനുഭവിച്ച്, മഹിമയെ അനുഭവിച്ച് പുനഃ ആവർത്തതേ, പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും തിരികെ വരുന്നു. നല്ല കേമാണ്. അപ്പോ ദ്വിമാത്രമായി അകാര ഉകാരാർത്ഥങ്ങളെ മനസ്സിലാക്കി ആരുപാസിക്കുന്നുവോ അയാൾ യജസ്സുകളാൽ സോമലോകത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു. ആ സോമലോകത്തിലെ വിഭൂതിയെ അനുഭവിച്ച് വീണ്ടും തിരികെ വരുന്നു. അങ്ങനെ അവന് ഗതാഗതം വളരെ ഉയർന്ന ഗതാഗതമാണത്. ഗതാഗതം പല ജാതിയുണ്ട്. ഇത് വളരെ ഉയർന്ന ഗതാഗതം ലഭിക്കുന്നു. അടുത്ത പ്രാവശ്യം അതിന്റെ ഭാഷ്യം ചിന്തിക്കാം. ഇക്കാലം നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. എന്താ അഭിപ്രായം? ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസതനോഭിർയശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി ന സാക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.